എന്തായാലും ഈ സ്ത്രീകളോട് സ്ത്രീ സുരക്ഷയെ പറ്റി വേണ്ടുവോളം സംസാരിക്കുന്ന ആളാണ് കേട്ടോ മന്ത്രി കെ ബി ഗണേഷ് കുമാർ. നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലൊക്കെ അങ്ങനെ ഒരു പ്രതികരണം കെ ബി ഗണേഷ് കുമാർ നടത്തി. പറഞ്ഞിട്ടില്ല. സ്ത്രീകളോട് ബഹുമാനം വേണമെന്ന പക്ഷക്കാരനാണ് മന്ത്രി ഗണേഷ് കുമാർ. മനോഹരം, ഗംഭീരം. MLA-യുടെ അധപ്പതനം എന്നായിരുന്നു കേസിലാകപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗണേഷ് കുമാർ പറഞ്ഞത്. അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ? കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാല ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു? ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടി വെച്ച് കൊല്ലണം. അയാളെ പുറത്തു പോകാൻ പറയൂ. ഞങ്ങളുടെ കേരളത്തിൽ കിട്ടിയ ഈ MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറയാൻ ഒരു കോൺഗ്രസ് നേതാവിനും ധൈര്യമില്ല. ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. പറയാലോ, ഞാനൊരു സ്ത്രീലമ്പടന. തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ പ്രണയത്തെക്കുറിച്ച്, അതിന്റെ എണ്ണത്തെക്കുറിച്ചൊക്കെ വാചാലനാകുന്നത്. സ്ത്രീ എന്താണെന്നും സ്ത്രീയെ എങ്ങനെ പരിഗണിക്കണമെന്നും സ്ത്രീയെ എങ്ങനെ ബഹുമാനിക്കണമെന്നും ക്ലാസ് എടുത്ത ആളാണ് ഇപ്പോൾ നന്നായി അറിയാവുന്ന ആളാണ്. ഇപ്പോൾ സ്വന്തം കാര്യം വരുമ്പോൾ അത് കുടുംബ പ്രശ്നം എന്ന് പറഞ്ഞ് ചുരുക്കുകയാണ്. നീ അന്ന് നോവിച്ചു വിട്ടതൊരു പാമ്പിനെയാടാ. അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ? കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് അന്നത് എന്തിനെടുത്ത്? ലാലേട്ടന്റെ ഒരു ഡയലോഗാണ് ഈ ഘട്ടത്തിൽ ഓർമ്മ വരുന്നത്. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും. അതാണ് ഇവിടെ CPM-നും ഗണേഷ് കുമാറിനും ഇങ്ങനെ തിരിച്ചടിയാകുന്നത്. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. ഇതങ്ങനെയല്ലല്ലോ, വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ